ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്വിസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. രവീന്ദ്രനാഥ ടാഗോർ താമസിച്ചിരുന്ന വീട് ജറാസാങ്കോ ഭവനം. ബക്രാങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന തടാകം സത്ലജ് നദി. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ്. ഭൂമിശാസ്ത്രപരമായ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡെക്കാൻ പീഠഭൂമി. ആരുടെ അനുയായികളായിരുന്നു തവിട്ടുകുപ്പായക്കാർ? ഹിറ്റ്ലർ. ഡാൽറ്റനിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധത. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന കേരളത്തിലെ ഭൂപ്രദേശമേത്? കുട്ടനാട്. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര്? N.A. പൽക്കിവാല. രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 72. 23½ ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരായന രേഖ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14. വേദാരണ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദതീർത്ഥൻ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. 1817 പൈക്ക കലാപം നടന്നതെവിടെ? ഒഡീഷ. ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര്? സുരേന്ദ്രനാഥ് ബാനർജി. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏത്? വെള്ളനാട്. മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ദ്രാവിഡ. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്ന്? അഞ്ചുതെങ്ങിൽ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്നത്? കൂണി കൾച്ചർ. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്? ആന്ത്രോത്ത്. ഹൃദയ സരസ് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്. കൊങ്കൺ റെയിൽവേ പദ്ധതിക്ക് തുടക്കമിട്ട റെയിൽവേ മന്ത്രിയായി? ജോർജ് ഫെർണാണ്ടസ്. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം? ക്രെട്ടിനിസം. ട്രാൻസ്ജെൻഡർ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം? മഹാരാഷ്ട്ര. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടി? സ്നൂപ്പി.
കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഏത്? കായംകുളം. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? SD ബിജു. മുക്കൊത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ആറാട്ടുപുഴ വേലായുധൻ പണിക്കർ. വീർ സവർക്കർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെവിടെ? പോർട്ട് ബ്ലെയർ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര്? വാസുദേവൻ. ഇടിമിന്നലിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം? ഭൂട്ടാൻ. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? അണിയൂർ അമ്പലത്തിൽ വെച്ച്. കേരളത്തിലെ ഇരട്ട തുരങ്കമായ കുതിരാൻ സ്ഥിതി ചെയ്യുന്ന ജില്ല? തൃശൂർ. ഓസ്കാർ പുരസ്കാരവും നോബൽ സമ്മാനവും നേടിയ ആദ്യ വ്യക്തി? ജോർജ് ബെർണാഡ് ഷാ. ഓംബുഡ്സ്മാൻ സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം? സ്വീഡൻ. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പേരിലുള്ള ആർട്ടിസ്റ്റ് റെസിഡൻസി സ്റ്റുഡിയോ സ്ഥാപിതമായത് എവിടെയാണ്? ലളിതകലാ അക്കാദമി, കിളിമാനൂർ. ലോക ആംഗ്യ ഭാഷാ ദിനം എന്ന്? സെപ്റ്റംബർ 23. പെൺകുട്ടികളുടെ ജനന നിരക്കിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. ലോക വിനോദസഞ്ചാര ദിനം? സെപ്റ്റംബർ 27. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ മുൻ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ദേശാടന പക്ഷികളെ സംരക്ഷിക്കുന്നതിനെ തുടർന്ന് പക്ഷിഗ്രാമം എന്നറിയപ്പെട്ട ഗ്രാമം? ഗോവിന്ദപൂർ, ഒഡീഷ. സൂര്യാസ്തമയത്തിനു ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ സ്ഥാപിക്കുന്നത്? കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത്? രാമഗുണ്ടം, തെലുങ്കാന. ഏത് സംസ്ഥാനത്താണ് മിശ്രവിവാഹിതർക്ക് 30,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചത്? കേരളം. 2022 ഏപ്രിലിൽ സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഓഫീസ് ജില്ലയായി മാറിയ ജില്ല? കണ്ണൂർ. 2022 ലോക പുസ്തക ദിന പ്രമേയം? റീഡ് സോ യു നെവർ ഫീൽ ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യ. 2022 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഹിന്ദി നടി? ആശ പരേഖ്. ചരിത്രത്തിൽ ആദ്യമായി കടലിന്റെ അടിത്തറയിൽ പ്രകാശനം ചെയ്ത മലയാള പുസ്തകം? സ്രാവിന്റെ ചിറകുകളുള്ള പെണ്ണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെ. ജീൻ വാൽജീൻ ഏതു നോവലിലെ കഥാപാത്രമാണ്? പാവങ്ങൾ. ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യ വനിത? ആശാ പൂർണദേവി. അക്കിത്തം അച്യുതേവൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? അന്തിമഹാകാലം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളികൾ: ജി. ശങ്കരക്കുറുപ്പ്, എസ്. കെ. പൊറ്റക്കാട്, തകഴി, എം. ടി. ONV, അക്കിത്തം. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി: ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാര സമ്മാനത്തുക: 11,00,000. ശ്രീബുദ്ധന്റെ ജീവിതകഥ ആവിഷ്കരിച്ച രാജ്യത്തെ ആദ്യ തീം പാർക്ക്: ബുദ്ധവനം, തെലുങ്കാന.